വെറും 495 രൂപ മാത്രം കറന്റ് ഷെയർ വാല്യൂ ഉള്ള ഒരു കിഡിലൻ കമ്പനിയാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഏകദേശം 21,000 കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ളത് ഈ ഒരു കമ്പനിക്ക്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫണ്ടമെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഇനി ഇതിന്റെ ചാർട്ട് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിമനോഹരമാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിന്റെ ചാർട്ട് നോക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ലൈൻ കാണാനില്ലേ? ആ കാണുന്ന ബ്ലൂ ബാർ ആണ് അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതിന് മുൻപ് ആ ഒരു ഏരിയയിൽ നിന്നാണ് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു സ്റ്റോക്കിനെ മൂവ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള അനുമാനത്തിന് പുറത്താണ് നമ്മൾ ഈ ഒരു ഏരിയയെ സപ്പോർട്ട് സോൺ ആയിട്ട് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഒരു ബാർ കാണാൻ പറ്റുന്നില്ല, ഒരു നീല ബാർ. ആ ബാറിന് മുകളിൽ കടന്നാലാണ് നമുക്കൊരു എൻട്രിക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ഏരിയ, ആ മുകളിലെ ആ നീല ബാർ എന്ന് പറയുന്നത് മേജർ റെസിസ്റ്റന്റ് ആണ്. ആ ഒരു ഏരിയയിലെ മേജർ റെസിസ്റ്റന്റ് ആണ്. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ എപ്പോഴും നമ്മൾക്ക് ആ ഒരു സ്റ്റോക്ക് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് സെല്ലേഴ്സ് ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ കൂടുതലായിട്ട് റിയാക്ട് ചെയ്ത് സ്റ്റോക്കിനെ താഴേക്ക് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ഒരു ഏരിയ കടന്നു കഴിഞ്ഞാൽ, എങ്ങാനും കടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ബയ്യേഴ്സിന്റെ അതിപ്രസരമായിരിക്കും അതിന് മുകളിൽ കാണാൻ പറ്റാൻ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ള സ്റ്റോക്ക് എപ്പോഴാണ് വീക്കെൻഡ് ക്യാൻഡിൽ അതിന് മുകളിലേക്ക് വരുന്നത് എന്ന് നമ്മൾ നോക്കണം. ഇനി സ്റ്റോക്ക് അതിന്റെ മുകളിലേക്ക് വന്നാൽ നമ്മൾക്ക് രണ്ട് കൺഫർമേഷൻ ആണ് കിട്ടുക. ഒന്ന്, ആ സെല്ലേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ കടന്നാൽ പിന്നെ അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ അതൊരു സപ്പോർട്ട് സോൺ ആയി മാറുകയും മാത്രമല്ല അവിടെ ഒരു W പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ രണ്ട് കൺഫർമേഷൻ ആണ് നമുക്ക് കിട്ടുക. ഇപ്പൊ നിങ്ങൾക്ക് W പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ആ ഒരു റെസിസ്റ്റന്റ് മുകളിലെ ആ ഒരു ബ്ലൂ ബാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റെസിസ്റ്റന്റ് കടന്ന് നമ്മളുടെ ക്യാൻഡിൽ കടന്നു പോയി കഴിഞ്ഞാൽ, ഒരു വീക്കെൻഡ് ക്യാൻഡിൽ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ നമുക്ക് രണ്ട് കൺഫർമേഷൻ അവിടെ കിട്ടും. അങ്ങനെ കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗ്രീൻ ബാർ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ആ ഗ്രീൻ ബാറിനുള്ളിൽ അടുത്ത വീക്കെൻഡ് ക്യാൻഡിലോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത വീക്കെൻഡ് ക്യാൻഡിലോ ക്ലോസ് ചെയ്യുകയും അതിന്റെ ഉള്ളിൽ തന്നെ അതിനുശേഷമുള്ള വീക്കെൻഡ് ക്യാൻഡിൽ ജനറേറ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമ്മൾക്ക് അവിടെ എൻട്രിക്കുള്ള സാധ്യത. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻട്രിക്കുള്ള സാധ്യത ഇല്ല. അതിനുള്ളിൽ തന്നെ, ആ ഗ്രീൻ ബാറിനുള്ളിൽ തന്നെ എന്നാണോ വീക്കെൻഡ് ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്യുന്നത്, അതിനുശേഷം ജനറേറ്റ് ചെയ്യുന്ന വീക്കെൻഡ് ക്യാൻഡിൽ അതിനുള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാലാണ് നമ്മൾക്ക് അവിടെ എൻട്രിക്കുള്ള സാധ്യതയുള്ളത്. അങ്ങനെ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എത്ര പെർസെന്റേജ് ആയിരിക്കും നിങ്ങൾക്കറിയോ? ഈ കാണുന്നതാണ് നമ്മുടെ ടാർഗറ്റ് പോയിന്റ്. ഏകദേശം 26% നമ്മൾക്ക് ടാർഗറ്റ് വെക്കാനായിട്ട് പറ്റും. കാരണം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പിന്നീട് സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ടാർഗറ്റ് ഏരിയയിലാണ്. കാരണം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ സെല്ലേഴ്സ് റിയാക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു 26% അടിച്ചാലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചാർട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് അനുമാനിക്കാൻ പറ്റുന്ന രീതിയാണ് ഈ 26% എന്നുള്ള ടാർഗറ്റ്. പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സ്റ്റോക്കുകളും താഴേക്ക് വീഴുന്നത്. ഇത് നമ്മളുടെ കുറ്റം കൊണ്ടല്ല. പക്ഷെ എന്താണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഏകദേശം 80%, 90% ഉള്ള സ്റ്റോക്കുകൾ നീങ്ങുന്നത്. അതിന്റെ ഒരു ചെറിയ പ്രശ്നം നമ്മൾ എപ്പോഴും സ്വിംഗ് ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ നിഫ്റ്റി ഒരു അപ് ട്രെൻഡിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നമ്മൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് തരാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു കിഡിലൻ സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെയാണ് ഈ ചാർട്ട് വൈസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് താരതമ്യേന ഇൻവെസ്റ്റ് കുറച്ചിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് താരതമ്യേന ഇൻക്രീസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഫണ്ടമെന്റൽ സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു 50-50 എന്നാണ് പറയാൻ പറ്റുന്നത്. എങ്കിലും ചാർട്ട് വൈസ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. നിങ്ങൾക്ക് ഇതൊരു എൻട്രിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നമ്മൾക്ക് ഇത്തരത്തിൽ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടാനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും എന്താണ് ഈ ഒരു സ്റ്റോക്ക് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. കമന്റ് ബോക്സിൽ വരിക, നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എനിക്കും ഈ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനും അത് ഉപകാരപ്പെടും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കിഡിലൻ സ്റ്റോക്കിന്റെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ റിജു വേൾഡ്. ബൈ.